ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അർജന്റീന കേപ്പ് വെർദെ മത്സരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വിലയിരുത്തലാവാം. കളി ഞാൻ കണ്ടു, ഫുൾ ടൈം ഞാൻ കണ്ടു. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രസിപ്പിക്കുന്ന കളി എന്ന് പറയാം, നമ്മളെ കോരി തരിപ്പിക്കുന്ന കളി. ഞാനൊരു അർജന്റീനയുടെ ആരാധകനാണ്, പക്ഷേ ഈ പ്രാവശ്യത്തെ ലോകകപ്പിൽ ആദ്യമായിട്ട് വന്ന ടീമാണ് നമ്മുടെ കേപ്പ് വെർദെ. കേപ്പ് വെർദെയുടെ ടീമിൻ്റെ ഗോളി ഒസീഞ്ഞ, ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. പുള്ളീനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളിക്കാരനാണ്. കാരണം പുള്ളി എടുക്കുന്ന എഫർട്ട് ടീമിന് വേണ്ടി എടുക്കുന്നു. ഇപ്പം ഇന്നത്തെ കളിയിൽ തന്നെ ആയാലും മെസ്സി അടിച്ച എത്ര ഗോളുകൾ, മെസ്സിയുടെ തന്നെയല്ല, എല്ലാ ബോളുകളും കൂടുതൽ ബോളുകൾ സേവ് ചെയ്തു. അത് പുള്ളിയുടെ ഒരു കഴിവായിട്ട് തന്നെ നമുക്ക് കാണണം. അത് നമ്മൾ അംഗീകരിക്കണം. ഞാനത് അംഗീകരിക്കുന്നു. ആദ്യം തന്നെ ഒസിങ്ങയ്ക്ക് നല്ലൊരു ഭാവി എന്ന് പറഞ്ഞ കാരണം ആദ്യമായിട്ടാണ് ഇപ്പോൾ അവർ ടീമിൽ വന്നിരിക്കുന്നതല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഭാവി എന്ന് പറയുന്നത്. കാര്യം 40 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇനി പുള്ളിക്ക് ക്ലബ്ബുകളിലൊക്കെ ചിലപ്പോൾ ചാൻസ് കിട്ടാൻ വഴിയുണ്ട്. കളിച്ചുകൊണ്ടിരുന്നാണ്, ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ ചാൻസ് കിട്ടാൻ വഴിയുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം കൂടുതൽ ആൾക്കാർ പുള്ളിനെ തേടി വരും. അപ്പോൾ എനിക്ക് കളീനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാലേ, നമ്മൾ കളി കണ്ടു. പലരും പറയുന്നുണ്ട് അർജന്റീന ലക്കുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ലെന്ന്. നമ്മുടെ കളി അതുപോലെ കളിച്ച ടീമാണ് അവർ. കേപ്പ് വെർദെ ടീമിനെ ഞാൻ സിമ്പിളായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം അവരുടെ കളി ഞാനൊരു അർജന്റീന ആരാധകൻ എന്ന നിലയിൽ കളി കണ്ടുകൊണ്ടിരുന്നത്, കളി തീരുന്ന അവസാന നിമിഷം വരെ 111-ാമത്തെ മിനിറ്റിൽ ഡിനൈ ബോർഗസ് അടിച്ച ഗോളുണ്ട്. 111-ാമത്തെ മിനിറ്റിൽ ആ ഗോളിന്റെ ടൈം വരെ നമ്മൾ മുൾമുനയിലാണ്. അത് കഴിഞ്ഞിട്ടും കളി തീരുന്ന അവസാന നിമിഷം വരെ നമ്മൾ മുൾമുനയിൽ നിൽക്കാണ്. അതുപോലത്തെ കളിയാണ് അവർ കളിച്ചത്. കേപ്പ് വെർദെയുടെ ടീം കൂടുതൽ അവർ ഡിഫൻസിലാണ് ഇത് ചെയ്തിരുന്നത്. അവരുടെ കൂടുതൽ പാസുകൾ കയറി വന്നിട്ടില്ല. കാരണം 64% കളിയും അർജന്റീനയുടെ കയ്യിലായിരുന്നു. 34% മാത്രമാണ് കേപ്പ് വെർദെയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പിന്നെ കളീനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 22 ഷോട്ട് അർജന്റീന അടിച്ചു. അതിനകത്ത് 16 ഷോട്ടാണ് കേപ്പ് വെർദെ അടിച്ചത്. അത് ഓൺ ടാർഗറ്റായിട്ട് വന്ന ഷോട്ടുകൾ 10 ഷോട്ട് അർജന്റീനയുടെ ഉണ്ടായിരുന്നു. കേപ്പ് വെർദെയുടെ 5 ഷോട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ 10 ഷോട്ട് അടിച്ചാലും 3 ഷോട്ട് ഗോളായി. പക്ഷെ അതിലും എത്ര ഗോളാവേണ്ട ചാൻസുകൾ അയാൾ തടുത്തെന്നറിയോ. പിന്നെ അതുപോലെ തന്നെ എമിലിയാനോ ഒരു ഗോള് സേവ് ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 3 ഗോളിലാണ് 3-3 നിൽക്കേണ്ട കളിയാണ്. അത് നല്ലൊരു ഷൂട്ടായിരുന്നു. പിന്നെ ഇവരടിച്ച ഗോളുകളെ പറ്റി പറയുകയാണെങ്കിലേ, മെസ്സി 29-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചു. അത് അപ്പോൾ തന്നെ നമ്മൾ കളി ജയിച്ചു എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇരിക്കണേ. പക്ഷേ അത് കഴിഞ്ഞ് 29-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ച മെസ്സിക്ക് അസിസ്റ്റ് ചെയ്തത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് 93-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗോള് ഡി ഡുവാർട്ടെ 59-ാമത്തെ മിനിറ്റിൽ അടിച്ചു. അത് റിയാൻ മെൻഡസിൻ്റെ അസിസ്റ്റിലാണ് അടിച്ചത്. ആ ഗോള് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പതറിപ്പോയി. ഇത് കഴിഞ്ഞ് അവരുടെ രണ്ടാമത്തെ ഗോള് 103-ാമത്തെ മിനിറ്റിൽ ഡിസ്നി ലോപ്പസ് അടിച്ചത്. അപ്പം എനിക്ക് ഒരു കോൾ കയറി എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 103-ാമത്തെ മിനിറ്റിൽ ഡിസ്നി ലോപ്പസ് കാബ്രാൽ എന്ന് പറഞ്ഞ ആള് അടിച്ച ഗോളാണ് അവരുടെ. ആ ഗോള് ഒന്നും പറയാനില്ല. അത് നമ്മുടെ അർജന്റീനയുടെ ഗോളി എമിലിയാനോന് വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് അദ്ദേഹമായിട്ടുള്ള ഷോട്ടായിരുന്നു. അതൊക്കെ എന്നിട്ട് പറഞ്ഞ എണ്ണം വെച്ച ഷോട്ട് എന്ന് പറയാം, വെടിച്ചിൽ ഷോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഷോട്ടാണത്. ആ ഷോട്ട് നല്ല കോർണറിലായിട്ട് വന്ന, റൈറ്റ് സൈഡിൽ കോർണറിൽ വന്ന ബോളാണ്. അത് എമിലിയാനോന് തടക്കാൻ പറ്റിയില്ല. ആ ഗോള് അതിന് യാനിക് എന്ന് പറഞ്ഞ പ്ലെയർ അസിസ്റ്റ് ചെയ്തത്. അത് നല്ല ഗോളായിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് അർജന്റീനയുടെ ഗോളുകളെ പറ്റി പറയുകയാണെങ്കിലേ, അർജന്റീനയുടെ ഗോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനസ് ഒരു ഗോള് അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു ഗോൾ അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം ഡിനൈ ബോർഗസ് എന്ന് പറഞ്ഞ കളിക്കാരൻ, അവൻ്റെയും ഗോള്, അതൊക്കെ 3-ാമത്തെ ഗോൾ. ആ ഗോളിലാണ് അർജന്റീന ജയിച്ചതെന്ന് പറഞ്ഞാൽ ആ ഗോളിലാണ്. ആ ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതേ, ഇതിപ്പോൾ മെസ്സിക്ക് ശേഷം കളിക്കാരില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, മെസ്സി മാത്രമേ ഉള്ളൂ ഗോളടിക്കാൻ. മെസ്സി എല്ലാ കളിയിലും ഗോളടിക്കുന്നേ. കാരണം ചരിത്രം അവസാനത്തെ കളിയായിരിക്കും മിക്കവാറും.
വേൾഡ് കപ്പേ. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഗോൾ മറ്റേ ഗോൾഡൻ ബൂട്ടൊക്കെ കിട്ടിയാൽ അതിനുള്ളൊരു ഇതുള്ളൂല്ലോ. നിർത്തി പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മേടിച്ചിട്ട് വേണം പോകാൻ. അതൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. പിന്നെ ഈ മത്സരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കലോണിയുടെ 100ാമത്തെ മത്സരമാണ് പുള്ളി കോച്ചായിട്ടുള്ളത്. ആ മത്സരം വളരെ തിളക്കമാർന്ന രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു. പക്ഷേ കളി നല്ല കട്ടക്കുള്ള കളി നടന്നു. പക്ഷെ കളി അർജന്റീന ജയിച്ചു. പക്ഷെ ജയിച്ചത് ഇനിയിപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ജയിച്ചത്. പക്ഷെ ജയിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എന്തായാലും വാക്ക് ഓവർ കിട്ടിയതല്ല, കളിച്ച് തന്നെയാണ് ജയിച്ചത്. പിന്നെ ഇവർ ചെറിയ ടീമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും പറയേണ്ടതേ, അവർ നല്ല കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാർ ഞാൻ ഇതിനു മുമ്പിട്ട് വീഡിയോസിനൊക്കെ കമൻറ്റുകൾ വന്നതിനാണ് കേട്ടോ ഞാൻ മറുപടി പറയുന്നത്. അല്ലാതെ ആരോടും ഒരു വ്യക്തിവൈരാഗ്യം നിലനിർത്തിയിട്ട് ഞാൻ പറയുന്നതല്ല. കാരണം അർജന്റീന എന്ന് പറയുന്ന ടീം തുടരും എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അടുത്ത് പോലീസുകാരൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ജോർജ് സാറ് വന്നിട്ടുണ്ടെങ്കിൽ ജോർജ് സാറ് വന്നതിന് കാര്യമുണ്ട്, അതുപോലെ തന്നെ അർജന്റീന ടീം ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കപ്പും കൊണ്ട് തന്നെ പോകുള്ളൂ എന്നുള്ളൊരു ചിന്ത എല്ലാവരും മനസ്സിൽ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞത് തോൽവിയും ജയമൊക്കെ നമ്മുടെ ഫുട്ബോളിൽ സർവ്വസാധാരണമാണ്. കാരണം അത് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലക്കാണ്. ഈ ലക്ക് നമുക്ക് വേണം, കളിയും വേണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രവാദി വന്നിട്ടുണ്ടായിരുന്നു. മന്ത്രവാദീനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പറയാനുണ്ട്. മന്ത്രവാദി കുറേ എന്തൊക്കെ പറയണ്ടായിരുന്നു. അർജന്റീന തോക്കും. മന്ത്രവാദിയുടെ പേര് എന്ന് പറഞ്ഞാൽ നാനോ കാക്കു ബോൺസാമിനൊക്കെ നമ്മൾ ചവിട്ടി താഴ്ത്തി. മെസ്സിയുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കളി നടക്കോ? പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ മന്ത്രവാദവും ഇതൊന്നുമല്ല കളിനെ നിയന്ത്രിക്കുന്നത്. മന്ത്രവാദി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചടിച്ചു തരട്ടെ. പുള്ളി അടുത്ത പ്രാവശ്യം പുള്ളിയുടെ രാജ്യം രാജ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിച്ച് വന്ന് കട്ടയ്ക്ക് നിന്ന് കൂടെ വന്നിട്ട് തോൽപ്പിച്ചിട്ട് നേടാൻ നോക്ക്. അല്ലാതെ മന്ത്രവാദം കൂടോത്രമൊന്നും കൊണ്ട് നമ്മുടെ അടുത്ത് വരണ്ട. അത് മെസ്സിയുടെ അടുത്ത് നടക്കില്ല, ആരുടെ അടുത്ത് നടക്കുന്ന കാര്യമില്ല. മന്ത്രവാദം കൂടോത്രമൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും മണ്ടന്മാരാ. ഇനിയിപ്പോൾ ഞാൻ പറയണതേ, അത് പറഞ്ഞിട്ട് എന്തായിരുന്നു ആൾക്കാർ? മന്ത്രവാദി നിരത്തേക്കാണ്, അച്ചരത്തി കവടിയരത്തി മറ്റേ ഭസ്മ ഊതി ഒക്കെ പറഞ്ഞേക്കാണ് തോക്കുന്നത്, നിങ്ങൾ തോക്കുന്ന ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വന്നവരൊക്കെ പൊടി പോലും ഇല്ല അപ്പോൾ കണ്ടുപിടിക്കാൻ. ഇതിപ്പം വലിയ മത്സരം അല്ലാന്ന് പറയുള്ളൂ, അതെനിക്കറിയാം. കാരണം അർജന്റീനയോട് ഒപ്പം കളിച്ചു കഴിയുമ്പോൾ ടീമുകളൊക്കെ ചെറുതാവും. അതിനു മുമ്പ് ടീമുകൾ ഭയങ്കര ടീമുകളാണ്. ഇവരുടെ കൂടെ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഇതിനോടൊക്കെ കളിക്കുമ്പോഴോ ഭയങ്കര ഇതാണ്. അടുത്ത കളി വരുന്ന ഈജിപ്തായിട്ടാണ്. ഈജിപ്ത് ഈ 16 ടീമിലേക്ക് കയറിയത് 32ാമത്തെ ഇതിനകത്തുള്ള മത്സരത്തിൻ്റെ ഉള്ളിൽ മറ്റേ ടീമിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ആ ടീമായിട്ട് കളിച്ചതെന്ന് പറഞ്ഞാലേ കട്ടക്കുള്ള മത്സരം. അവർ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലാണ് വന്നിരിക്കുന്നത്. ഇനി അവർ ചെറിയ ടീമാണെന്ന് നിങ്ങളിപ്പോൾ ഞാൻ അർജന്റീനയായിട്ട് വരുമ്പോൾ പറയും. ഞാൻ പറയണത് എല്ലാവരും കളിക്കാൻ അറിയുന്നു. ചെറിയ ടീം വലിയ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ വേണ്ടി വരണ്ടാന്ന്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. നമ്മൾ കളിക്കാൻ അറിയാൻ പാടില്ലേ, വരണ്ട. പിന്നെ ചെറിയ ടീം വലിയ ടീം എന്ന് പറഞ്ഞാൽ എന്തായാലും എതിര് വന്നു കഴിഞ്ഞാൽ കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് അർജന്റീന കപ്പ് എടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങളെല്ലാവരും അർജന്റീന ഫാൻസ് എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു കളിയിൽ നമുക്ക് പറ്റിയില്ലേ, അതൊക്കെ നമുക്ക് അംഗീകരിക്കാമെന്ന്. ഇനി പിന്നെ എന്താ പറയുക, കളിയുടെ ഒരു ഫോം നഷ്ടപ്പെടുത്താതെ മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ കപ്പ് കിട്ടും നമുക്ക്. പിന്നെ ഇപ്പോൾ 7ാമത്തെ ഗോളായില്ലേ മെസ്സിയുടെ ഈ വേൾഡ് കപ്പിൻ്റെ ഈ 2026 7ാമത്തെ ഗോളായി. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല രീതിയിൽ കളി ആസ്വദിക്കുക. ഫാൻസുകൾ തമ്മിൽ തർക്കങ്ങളില്ലാതെ ഒഴിവാക്കാനാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇതിനു മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങൾ തോക്കാൻ ജയിക്കാം, ആരെ തോക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലക്ക് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഫാൻസ് തമ്മിൽ തർക്കങ്ങൾ ഒഴിവാക്കുക. എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സഹോദര സ്നേഹവും മറ്റുള്ളവരൊക്കെ കീപ്പ് ചെയ്ത് മത്സരം കാണുക. നല്ലൊരു വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെയുള്ള നല്ല മത്സരം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. ബൈ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി കേട്ടോ. പിന്നെ ഇതൊന്ന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് കമൻ്റൊക്കെ ആയിട്ട് നമുക്ക് എഴുതി തന്നു കഴിഞ്ഞാലേ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറയും. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പറയുന്നു. നിങ്ങൾ താല്പര്യമുള്ളവർ കാണാം, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.